മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, 18-ാം തീയതി എൻ്റെ അമ്മയുടെ പിറന്നാളാണെന്നും ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞില്ലേ അവളുടെ തേരോട്ടം അവസാനിപ്പിക്കുമെന്ന്. ആ ദിവസം ഞാൻ അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് അത് ആഘോഷിക്കാൻ വരുന്നവൾക്ക് പിന്നീട് ഒരു ആഘോഷത്തിലും പങ്കെടുക്കേണ്ടി വരില്ല. ഇത് കേൾക്കുന്ന ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞില്ലല്ലോ മോളെ എന്ന്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. എന്തായാലും നിങ്ങൾ ആണുങ്ങളെ പോലെ ഞാൻ മണ്ടത്തരം കാണിക്കാനൊന്നും നിൽക്കില്ല. ഒരു കാര്യം ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ അത് നടത്തിയിരിക്കും ഉണ്ണിയേട്ടാ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം കരുണെ, എല്ലാവരും പറയുന്നത് പോലെ നിന്റെ ഏട്ടത്തിക്ക് ഒരു ദിവ്യശക്തി ഉണ്ട്. ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അവൾക്കൊരു ദിവ്യശക്തിയുമില്ല. ഇതൊക്കെ നിങ്ങളുടെ എല്ലാം കഴിവുകേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയില്ലേ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ആറ്റിലെറിഞ്ഞത്? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അത് നിന്റെ ചേച്ചിക്ക് തന്നെ പിന്നീട് കിട്ടുകയും ചെയ്തു. ഭഗവാൻ എന്തായാലും നീന്തി കയറിയൊന്നും കയറി വരില്ലല്ലോ, പിന്നെ അതെങ്ങനെ വന്നിട്ടുണ്ടാവും തിരിച്ച് പൂജാമുറിയിൽ നിന്ന്, നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഉണ്ണി. കരുണ പറയുന്നുണ്ട്, അത് വേറൊന്നും അവൾ വാങ്ങിച്ചോണ്ട് വന്ന് അവിടെ വെച്ചതായിരിക്കും, അല്ലാണ്ട് പിന്നെ എങ്ങനെയാ? കലിയടങ്ങാനകത്ത് കരുണ പറയുന്നുണ്ട്, അവള് ദിവ്യശക്തിയുള്ളവളാണെന്ന് കരുതി എല്ലാവരും കൂടെ അങ്ങോട്ട് ആരാധിച്ചിരുന്നു. പക്ഷെ അത് 18-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അതിനുശേഷം പിന്നെ നിങ്ങൾ മഹാലക്ഷ്മിയെ കാണില്ല എന്ന് കരുണ വാശിക്ക് പറയുകയാണ്. പിന്നീട് മുത്തശ്ശിയും കരുണയും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. 18-ാം തീയതി അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്ന മഹാലക്ഷ്മിയെ ഇല്ലാണ്ടാക്കാനുള്ളൊരു പുതിയ പദ്ധതിയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ രണ്ടാളും കൂടെ ഒരു ലാടവൈദ്യനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ആ ലാടവൈദ്യനാണെങ്കിൽ ഒരു വിഷക്കൂട്ട് തയ്യാറാക്കിയിട്ട് അവരെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ അവരോട് പറയുന്നുണ്ട്, ഇത് കഴിച്ചാൽ ഏറിയാൽ 1 മണിക്കൂറിനുള്ളിൽ അയാളുടെ മരണം സംഭവിക്കും, അതിലൊരു സംശയവുമില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കരുണയ്ക്കും അതുപോലെ മുത്തശ്ശിക്കും വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അയാൾ പറയുന്നുണ്ട്, ഈ മരുന്ന് രക്തത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും, അതോടുകൂടി ഏത് ആസ്പത്രിയിൽ കൊണ്ടുപോയാലും ഇതെന്താണെന്നൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല എന്നും. പിന്നീട് അയാൾ പറയുന്നത്, ഇതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, തനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ഈ സംഭവം ഒന്ന് നടത്തി തന്നാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മുത്തശ്ശി അയാൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, കരുണയും അമ്മയും കൂടെ പോയ കാര്യം എന്തായെന്ന്. അമ്മ പറയുന്നുണ്ട്, 18-ാം തീയതി ആവട്ടെ, അന്നാണ് അവളുടെ അവസാന ദിവസം, അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എല്ലാം സൂക്ഷിച്ചു വേണമെന്ന് പ്രതാപനും അമ്മയോട് സൂചിപ്പിക്കുന്നു. അങ്ങനെ മോഹിനിയുടെ പിറന്നാൾ ദിവസം എത്തുകയാണ്. അന്നേ ദിവസം ഉണ്ണിയും കരുണയും അതുപോലെ കണ്ണനും മഹിയും എല്ലാവരും തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. അങ്ങനെ മഹാലക്ഷ്മിയും എല്ലാവരും കൂടെ അമ്മയെ കൊണ്ട് കേക്കെല്ലാം മുറിപ്പിക്കുന്നു. ആ സമയം മുത്തശ്ശിയാണെങ്കിൽ എല്ലാവർക്കുമായിട്ട് പായസം വിളമ്പുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി കൊടുക്കുന്ന പായസത്തിൽ വിഷം കലർത്തി വെക്കുകയും ചെയ്യുന്നു. അതേസമയം കരുണയാണ് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എല്ലാം സെറ്റായോ മുത്തശ്ശി? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം ഭംഗിയാക്കി നടത്തിയിട്ടുണ്ട് മോളെ എന്നെല്ലാം ഉറപ്പ് വരുത്തുന്നു. അങ്ങനെ പായസം എല്ലാവർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് കിട്ടിയ പായസം മഹാലക്ഷ്മി വളരെ സന്തോഷത്തോടെ കുടിക്കുന്നത് മുത്തശ്ശിയും കരുണയും നോക്കി അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ടും മഹാലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും കാണാത്തതിൽ മുത്തശ്ശിയും കരുണയും ആകെ വേവലാതിപ്പെടുന്നുണ്ട്. കരുണ ചോദിക്കുന്നുണ്ട്, ഇവളെന്താ പായസം കുടിച്ചിട്ട് ഒരു എഫക്റ്റും കാണിക്കുന്നില്ലല്ലോ മുത്തശ്ശി, ഇനി പായസം മാറിപ്പോയെന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല മോളെ, അവൾക്ക് തന്നെയാണ് ഞാനത് കൊടുത്തതെന്നെല്ലാം മുത്തശ്ശിയും ഉറപ്പ് വരുത്തുന്നുണ്ട്. അധികം താമസിയാതെ കരുണയ്ക്കാണെങ്കിൽ പെട്ടെന്നൊരു തലകറക്കവും ഛർദിയും എല്ലാം അനുഭവപ്പെടുന്നു. അങ്ങനെ കരുണയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഡോക്ടറുടെ പരിശോധനയിലാണെങ്കിൽ എന്തോ മാരകമായ ഒരു വിഷം ഇയാളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചപ്പെടുത്തുകയാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യവും കൂടി സംഭവിക്കുകയാണ്. കരുണയുടെ വയറ്റിലെ കുഞ്ഞും കൂടെ ആ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതറിയുന്ന മുത്തശ്ശിയും പ്രതാപനും ഉണ്ണിയും എല്ലാവരും തന്നെ ആകെ വിഷമത്തിലാവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു മോനെ, എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ പൊട്ടി കരയാണ്. എൻ്റെ കരുണമോൾക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നെല്ലാം. അങ്ങനെ ഇതെല്ലാം കാണിച്ചാണ് ഈ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.